ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ രമാ രാഗേന്ദുവദന രതിരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഗ്നി രാമാരമണലംബട എന്ന 72-ാമത്തെ ശ്ലോകത്തിലെ രമണലംബട എന്ന നാമം വരെയുള്ള അർത്ഥമാണ് പറഞ്ഞത്. ഇനി 73-ാമത്തെ ശ്ലോകമായ കാമ്യ കാമകലാരൂപ കദംബകുസുമപ്രിയ കല്യാണി ജഗദീകന്ദ കരുണാരസസാഗര എന്ന ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ കാമ്യ, അതായത് ദേവിയുടെ 321-ാമത്തെ നാമം കാമ്യ. കാമ്യ എന്നാൽ ആഗ്രഹിക്കപ്പെടേണ്ടവൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കപ്പെടേണ്ട ഒരേയൊരു സത്യം ദേവിയാണ്. മറ്റെല്ലാ ലൗകിക സുഖങ്ങളും താൽക്കാലികമാണ്. എന്നാൽ ദേവിയെ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നത് ശാശ്വതമായ ആനന്ദമാണ്. കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന, ആർക്കും ഇഷ്ടം തോന്നുന്ന രൂപമാണ് ദേവിയുടേത്. ഭക്തരുടെ ഉചിതമായ ആഗ്രഹങ്ങൾ, അതായത് കാമങ്ങൾ സാധിച്ചു കൊടുക്കുന്നവളും ദേവി തന്നെ. പരമശിവനാൽ എപ്പോഴും ആഗ്രഹിക്കപ്പെടുന്നവളായതുകൊണ്ട് അവൾ കാമ്യയാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ആ ആഗ്രഹങ്ങളുടെയെല്ലാം അവസാനം ഈശ്വരനിലാണെന്ന് ജ്ഞാനികൾ പറയുന്നു. ലോകത്തിലെ വസ്തുക്കളോടുള്ള ആഗ്രഹം മാറി ഈശ്വരനോടുള്ള ആഗ്രഹമായി മാറുന്നതിനെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. കാമ്യയായ ദേവിയെ ആഗ്രഹിക്കുന്നവന് പിന്നീട് മറ്റൊന്നും ആഗ്രഹിക്കേണ്ടി വരില്ല. ഇനി ദേവിയുടെ 322-ാമത്തെ നാമമായ കാമകലാരൂപ. കാമകലയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ലോകത്ത് സൃഷ്ടി നടക്കാനുള്ള സ്ത്രീ പുരുഷ അനുരാഗം എന്ന കാമകല അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന ദേവിയാണ് കാമകലാരൂപ. ശിവശക്തി ഐക്യത്തിൻ്റെ പ്രകടഭാവമാണ് കാമകല. കാമകലയിലെ കാമ, അതായത് ശിവൻ, പുരുഷ തത്വത്തെയും കല, ശക്തി, സ്ത്രീ തത്വത്തെയും സൂചിപ്പിക്കുന്നു. ഇവർ രണ്ടാളും ചേരുമ്പോഴാണ് പൂർണ്ണതയുണ്ടാകുന്നത്. കാമകല എന്ന ശക്തി പ്രകൃതിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ സൃഷ്ടി നടക്കില്ലായിരുന്നു. ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഇഷ്ടം, പ്രേമം, ആകർഷണം എന്നിവയെല്ലാം ദേവിയുടെ ഈ കാമകലാരൂപത്തിൻ്റെ പ്രകടനങ്ങളാണ്. ഇതിനെ കേവലം ശാരീരികമായ ഒന്നായിട്ടല്ല, മറിച്ച് പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദിവ്യ ഊർജമായിട്ടാണ് തന്ത്രശാസ്ത്രം കാണുന്നത്. ഇനി ദേവിയുടെ 323-ാമത്തെ നാമമായ കദംബ കുസുമപ്രിയ. കദംബ പുഷ്പങ്ങളെ അതിയായി ഇഷ്ടപ്പെടുന്നവൾ. കദംബ കുസുമം എന്നാൽ കടമ്പിൻ പൂവ് എന്നാണ് അർത്ഥം. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണിത്. ലളിതാംബിക വസിക്കുന്നത് തന്നെ കദംബ വനത്തിലാണെന്നാണ് സങ്കല്പം. നേരത്തെ ദേവിയുടെ കദംബവനവാസിനി എന്നൊരു നാമത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കദംബ പൂക്കൾക്ക് പ്രത്യേകമായൊരു സുഗന്ധമുണ്ട്. ഈ സുഗന്ധം മനസ്സിനെ ഏകാഗ്രമാക്കാനും ഭക്തിയിലേക്ക് നയിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് ഭക്തർ കടമ്പ് പൂക്കൾ കൊണ്ട് ദേവിയെ അർച്ചിക്കുന്നത് അവൾക്ക് ഏറെ സന്തോഷം നൽകുന്നു. ഇനി ദേവിയുടെ 324-ാമത്തെ നാമമായ കല്യാണി. കല്യാണി എന്നാൽ മംഗളസ്വരൂപിണി. സകല ജീവജാലങ്ങൾക്കും ഐശ്വര്യവും നന്മയും പ്രദാനം ചെയ്യുന്നവൾ. കാലദേശങ്ങൾക്ക് അതീതയായി
എന്നും ശുഭസ്വരൂപിണിയായി വിളങ്ങുന്നവൾ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നല്ല കാര്യത്തിനും പിന്നിലും ഈ കല്യാണി ഭാവമുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന ചിന്തയാണ് കല്യാണിയുടെ സത്ത. ഭക്തൻ ഈ നാമം ജപിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ അശുഭചിന്തകൾ മാറി മംഗളകരമായ ഒരു പ്രഭാവലയം രൂപപ്പെടുന്നു. തൻ്റെ സാന്നിധ്യം കൊണ്ട് ലോകത്തിലെ സകല ഇരുട്ടിനെയും മാറ്റി മംഗളം നിറയ്ക്കുന്ന പ്രകാശമാണ് കല്യാണിയായ അമ്മ. ലൗകികമായ നന്മകൾ മാത്രമല്ല, ജനന മരണങ്ങളിൽ നിന്നുള്ള മോക്ഷമാകുന്ന പരമമായ മംഗളം നൽകുന്നവളും ദേവി തന്നെ. ഇനി ദേവിയുടെ 325 നാമമായ ജഗതി കന്ദ. ഈ പ്രപഞ്ചമാകുന്ന മഹാമരത്തിൻ്റെ മൂലവേര് അഥവാ വിത്താണ് ലളിതാംബിക. വേരില്ലാതെ മരമില്ലാത്തതുപോലെ ദേവിയില്ലാതെ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. ഒരു വലിയ മരം ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഈ അനന്തമായ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ദേവിയിൽ നിന്നാണ്. വേര് മരത്തിന് വെള്ളവും പോഷകവും നൽകുന്നതുപോലെ ജഗതി കന്ദയായ അമ്മയാണ് ഈ ലോകത്തിന് ആവശ്യമായ ചൈതന്യം നൽകി അതിനെ സംരക്ഷിക്കുന്നത്. വേര് ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ചലനങ്ങൾക്ക് പിന്നിൽ ദേവി അദൃശ്യയായി നിലകൊള്ളുന്നു. ഈ ലോകം ഇല്ലാതായാലും അതിൻ്റെ മൂലകാരണമായ അമ്മ എന്നും നിലനിൽക്കുന്നു. ചെറിയൊരു ഉദാഹരണം നോക്കാം. ഒരു സ്വർണമാലയോ അല്ലെങ്കിൽ സ്വർണവളയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വർണ്ണാഭരണം, ആ സ്വർണ്ണാഭരണം ഉരുക്കിക്കഴിഞ്ഞാൽ ബാക്കിയാവുന്നത് എന്താണ്? അത് സ്വർണം തന്നെയല്ലേ? അതേപോലെ ഈ ലോകം മാറിയാലും മറഞ്ഞാലും അതിൻ്റെ മൂലകാരണമായ അമ്മ എന്നും ഇവിടെ തന്നെ നിലനിൽക്കും. ഇനി ദേവിയുടെ 326 നാമമായ കരുണാരസസാഗര. കാരുണ്യത്തിൻ്റെ സാഗരം, അതായത് കാരുണ്യമാകുന്ന രസത്തിൻ്റെ തരംഗങ്ങൾ അലതല്ലുന്ന മഹാസമുദ്രമാണ് ദേവി. കടലിലെ വെള്ളം വറ്റാറില്ലല്ലോ, അതുപോലെ അമ്മയുടെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. തൻ്റെ ഭക്തൻ എത്ര വലിയ തെറ്റ് ചെയ്താലും മനമുരുകി അമ്മയെ വിളിച്ചാൽ ആ കാരുണ്യക്കടൽ അവനെ ശുദ്ധീകരിക്കുന്നു. കടൽ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മഴയ്ക്ക് ആവശ്യമായ നീരാവി നൽകുന്നത്. അതുപോലെ ദേവിയും ഭക്തരെ അനുഗ്രഹിക്കുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ്. ഭക്തരുടെ ഉള്ളിൽ ശാന്തിയും ആനന്ദവും നിറയ്ക്കുന്ന ഒരു രസമായി ഈ കാരുണ്യം ഒഴുകുന്നു. ഇനി 74 ശ്ലോകം നോക്കാം. കലാവതി കലാലാപ കാന്താ കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മദവിഹ്വല. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ കലാവതി, ദേവിയുടെ 327 നാമം കലാവതി, സകല കലകളുടെയും അതിദേവതയായവൾ. 64 കലകളുടെയും സംഗീതം, നൃത്തം, ചിത്രരചന, സാഹിത്യം ഇവയുടെയൊക്കെ ഉറവിടമാണ് ദേവി. ഈ കലകളിൽ പ്രാവീണ്യം നേടുന്നവർ സത്യത്തിൽ ദേവിയുടെ കലാവതി എന്ന ഭാവത്തെയാണ് ഉപാസിക്കുന്നത്. ചന്ദ്രക്കല ചൂടിയവളായതുകൊണ്ടും ദേവി കലാവതി. വിദ്യയും കലയും ഒരുപോലെ വഴങ്ങുന്ന മനസ്സിനെയാണ് കലാവതി അനുഗ്രഹിക്കുന്നത്. ഒരാൾ നന്നായി പാടുകയോ വരയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയിലൂടെ പ്രകടമാകുന്നത് ദേവിയുടെ ഈ ചൈതന്യമാണ്. ഇനി ദേവിയുടെ അടുത്ത നാമം കലാലാപ, ദേവിയുടെ 328 നാമം. കളാലാപ എന്നും പറയാം. കളാലാപ എന്നാൽ
കളകളാരവം. നല്ല മധുരനാദം പോലെ ആലാപനം ചെയ്യുന്നവൾ. ഗാനകോകിലമാണ് ദേവി. അത്ര മധുരമായിട്ട് ആലപിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെക്കുറിച്ച് ഭക്തന്മാർ മധുര സംഗീതം പൊഴിക്കുമ്പോൾ ദേവി അത് ആസ്വദിക്കുന്നു. കേൾക്കാൻ അതീവ സുഖമുള്ളതും സംഗീതാത്മകവുമായ വാക്കുകൾ സംസാരിക്കുന്നവളാണ് ലളിതാംബിക ദേവി. ദേവിയുടെ സംസാരം കേൾക്കുമ്പോൾ സരസ്വതി ദേവിയുടെ വീണാനാദം പോലും തോറ്റുപോയി നാണിച്ചു നിൽക്കും. സത്യവും പ്രിയവും ഹിതവുമായ വാക്കുകൾ മാത്രമേ അമ്മ സംസാരിക്കൂ. ഭക്തർക്ക് ആശ്വാസം നൽകുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലെ സകല ഭാരങ്ങളും നീങ്ങുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദങ്ങളും ഭാഷകളും ദേവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നാം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആ മന്ത്രങ്ങളിലെ ശുദ്ധമായ ശബ്ദമായി മാറുന്നത് അമ്മയാണ്. ഇനി ദേവിയുടെ 329 നാമമായ കാന്ത, ആകർഷിക്കുന്നവൾ. ഓരോ ഭക്തനും ഇരുമ്പാണെങ്കിൽ ദേവി കാന്തമാണ്. നമ്മൾ അറിയാതെ ദേവിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി കാന്ത എന്നാൽ മനോഹരമായത് എന്ന അർത്ഥവുമുണ്ട്. കടന്നുവരുന്നവരുടെ മനസ്സിനെ കാന്തം പോലെ ആകർഷിക്കുന്ന സൗന്ദര്യമുള്ളവളാണ് ദേവി. പ്രപഞ്ചനാഥനായ പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ടവളായതുകൊണ്ട് അവൾ കാന്തയാണ്. നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് ആകർഷിക്കുന്ന കാന്തം. ഒരു കാന്തം ഇരുമ്പിനെ എങ്ങനെ ആകർഷിക്കുന്നുവോ അതുപോലെ ഭക്തൻ്റെ മനസ്സിനെ ലൗകിക കാര്യങ്ങളിൽ നിന്ന് മാറ്റി തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ശക്തിയാണ് കാന്ത. പ്രപഞ്ചത്തിലെ എല്ലാ ആകർഷണ ശക്തിക്കും പിന്നിൽ ഈ കാന്ത എന്ന ചൈതന്യമുണ്ട്. ഇനി ദേവിയുടെ 330 നാമമായ കാദംബരി പ്രിയ. കാദംബരി എന്ന മദ്യത്തിൽ പ്രിയമുള്ളവൾ. ചില ദേവീ പൂജകളിൽ നൈവേദ്യമായി സമർപ്പിക്കുന്ന മദ്യമാണ് കാദംബരി. കദംബപ്പൂവ് വാറ്റിയെടുക്കുന്ന ഒരു തരം മദ്യമാണിത്. ആ ലഹരിയെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. നമ്മുടെ ഉള്ളിൽ വിരിയുന്ന ബ്രഹ്മാനന്ദത്തെയാണ് ഇവിടെ കാദംബരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൗതികമായ ലഹരികൾ താൽക്കാലികവും ദോഷകരവുമാണെങ്കിൽ ഭക്തിയാകുന്ന ലഹരി മനസ്സിനെ ശുദ്ധീകരിക്കുകയും ശാശ്വതമായ ആനന്ദം നൽകുകയും ചെയ്യുന്നു. ആ ആത്മീയ ലഹരിയിൽ മുഴുകുന്ന ഭക്തരോടൊപ്പം ഇരിക്കാനാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. ഇനി കാദംബരി എന്നത് സരസ്വതി ദേവിയുടെ മറ്റൊരു നാമമാണ്. വിദ്യയുടെ അതിദേവതയായ സരസ്വതിക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ് ശ്രീ ലളിതാംബിക ദേവി. നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രത്യേക ലോകത്തേക്ക് നമ്മൾ പോകുന്നു. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഭൂതകാലത്തേക്ക് പോകും. അങ്ങനെ അറിയാതെ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും എത്തുന്നത് പോലെയും മറ്റും നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ലോകത്തെ നമ്മൾ മറക്കുന്നു. ആ അവസ്ഥയാണ് കാദംബരി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പ്രത്യേകം ഉന്മത്തമായ ഒരവസ്ഥ. കലകളിലൂടെയും ഭക്തിയിലൂടെയും ലഭിക്കുന്ന ആ ഉന്നതമായ സന്തോഷത്തിൽ പ്രീതയാകുന്നവളാണ് കാദംബരി പ്രിയ. ഇനി ദേവിയുടെ 331 നാമമായ വരദ. വരദ എന്നാൽ വരങ്ങൾ നൽകുന്നവൾ. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ അഥവാ കാമനകൾ നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നവളാണ് ദേവി. ഭക്തർ എന്താഗ്രഹിച്ചാലും അത് ലൗകികമായ സുഖമായാലും ആത്മീയമായ ജ്ഞാനമായാലും അത് നൽകുന്നവളാണ് അമ്മ. ദേവിയുടെ വിഗ്രഹങ്ങളിലും ചിത്രങ്ങളിലും ഒരു കൈ താഴേക്ക് മലർത്തി പിടിച്ചിരിക്കുന്നത് കാണാം.
ഇതാണ് വരദമുദ്ര. ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടത് ഞാൻ നൽകാം എന്ന ഉറപ്പാണ് ഈ മുദ്ര നൽകുന്നത്. ദേവിയുടെ ഭക്തർക്ക് ഗുണകരമായത് എന്താണോ അത് ചോദിക്കാതെ തന്നെ നൽകുന്നവളാണ് അമ്മ. മോക്ഷമാണ് എല്ലാ വരങ്ങളിലും വെച്ച് ഏറ്റവും വലുത്. അത് നൽകാൻ ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. വരദയിലെ വര എന്ന വാക്കിന് ഏറ്റവും ഉത്തമമായത് എന്നും ഒരർത്ഥമുണ്ട്. ഉത്തമമായ കാര്യങ്ങൾ മാത്രം തൻ്റെ മക്കൾക്ക് നൽകുന്നവളാണ് വരദ. നമ്മൾ ഒരു കാര്യം അമ്മയോട് ചോദിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ അമ്മ നമുക്കത് വരമായി തന്നാൽ നമുക്ക് നല്ലതാണോ വരിക എന്ന് നോക്കി മാത്രമേ നമുക്ക് അത് തരുകയുള്ളൂ. നമുക്കത് ഭാവിയിൽ മോശമാണ് വരുന്നതെങ്കിൽ അമ്മ തരില്ല. ഒരു ചെറിയൊരു കുട്ടി ഒരു കത്തി കണ്ട് വാശി പിടിച്ച് കരയാൻ തുടങ്ങിയാൽ നമ്മൾ കത്തി കൊടുക്കുമോ? ഇല്ലല്ലോ. പകരം ഒരു മിഠായിയോ മറ്റു മധുര പലഹാരങ്ങൾ എന്തെങ്കിലും കൊടുത്ത് കുട്ടിയുടെ ആ ശാഠ്യത്തെ നമ്മൾ ഇല്ലാതാക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതുപോലെ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായത് എന്താണോ അത് ചോദിക്കാതെ തന്നെ നൽകുന്നവളാണ് വരദ. ഇനി ദേവിയുടെ 332 നാമമായ വാമനയന. വാമം എന്നാൽ മനോഹരമായത് എന്നൊരർത്ഥമുണ്ട്. മനോഹരമായ കണ്ണുകളുള്ളവൾ. കാണുന്നവരുടെ മനസ്സിൽ അനുരാഗവും ഭക്തിയും നിറയ്ക്കുന്ന അതിസുന്ദരമായ കണ്ണുകളുള്ളവളാണ് ദേവി. ആ കണ്ണുകൾ ഭക്തർക്ക് വാത്സല്യവും ദുഷ്ടർക്ക് ഭീതിയും നൽകുന്നു. കൂടാതെ വാമ എന്ന വാക്കിന് ഇടതുഭാഗം എന്നർത്ഥമുണ്ട്. പരമശിവന്റെ വാമഭാഗത്ത്, അതായത് ഇടതുഭാഗത്ത് ഇരിക്കുന്നവൾ. ദേവിയുടെ വലത് കണ്ണ് സൂര്യനെയും ഇടത് കണ്ണ് ചന്ദ്രനെയും തൃക്കണ്ണ് അഗ്നിയെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വാമനയന എന്നാൽ ചന്ദ്രൻ്റെ കുളിർമയുള്ള നോട്ടം എന്നർത്ഥമാക്കാം. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ വലയുന്ന ഭക്തന് ആ കുളിർമയുള്ള നോട്ടം വലിയൊരു ആശ്വാസമാണ്. വാമാചാരന്മാരായ ഉപാസകരെ നയിക്കുന്നവൾ എന്നും കർമ്മഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവളെന്നും മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഇനി ദേവിയുടെ 333 നാമമായ വാരുണീമത വിഹ്വല. വാരുണി എന്ന മുന്തിരിച്ചാറ് അഥവാ വീഞ്ഞു കുടിച്ച് അതിൻ്റെ ലഹരിയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ, അല്ലെങ്കിൽ ബ്രഹ്മാനന്ദ ലഹരിയിൽ പ്രപഞ്ചത്തെ മറന്നവൾ എന്നും അർത്ഥം. ഇനി തന്ത്രശാസ്ത്രപരമായി പറഞ്ഞാൽ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഒഴുകുന്ന അമൃത് എന്നാണ് അർത്ഥം. ഇത് സാധാരണ മദ്യമല്ല, മറിച്ച് ആത്മീയമായ പരമാനന്ദമാണ്. അതായത് തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആനന്ദമാകുന്ന അമൃത് നുകർന്ന് ആ ദിവ്യമായ ഉന്മത്തതയിൽ പ്രപഞ്ചത്തെ മുഴുവൻ അനുഗ്രഹിച്ചു നിൽക്കുന്നവളാണ് ലളിതാംബിക ദേവി. അർത്ഥം പറഞ്ഞ ആ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗദീ കന്ദ കരുണാരസസാഗര കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീമത വിഹ്വല. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.